ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിൽ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ആഘോഷമാണ് ഗുരുവായൂർ ഏകാദശി. ദശമി പുലർച്ചെ 3-ന് തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിവസം രാവിലെ 9 വരെ തുറന്നു വയ്ക്കുന്നത് ഭക്തർക്കെല്ലാം ദർശനം നൽകാനാണ്. ഏകാദശി നാളിൽ സർവ്വദേവഗണങ്ങളും ക്ഷേത്രത്തിലെത്തുമെന്നാണ് വിശ്വാസം. ഓരോ മണ്ഡരിയിലും വിഷ്ണു ചൈതന്യം പ്രസരിക്കുന്ന ദിനം. ഏകാദശിക്ക് എത്തുന്ന ഓരോ മനുഷ്യരിലുമുള്ള വിഷ്ണു ചൈതന്യം വില്യമംഗല സ്വാമിക്കും ശങ്കരാചാര്യർക്കും ഗുരുവായൂരപ്പൻ കാണിച്ചു കൊടുത്തത് ഏകാദശിക്കാണ്. ചാന്ദ്രമാസത്തിലെ 11ാമത്തെ തിഥിയാണ് ഏകാദശി. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമ മുതൽ പൗർണമി വരെയുള്ള 15 ദിവസമാണ് ശുക്ലപക്ഷം. മുരാസുരനെ വധിക്കാനായി വിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് തേജസ്സും സൗന്ദര്യവും ബലപരാക്രമവുമായി ജനിച്ച കന്യകയാണ് ഏകാദശി. വൈഷ്ണവർക്ക് ഏകാദശിക്ക് തുല്യമായി മറ്റൊരു വ്രതമില്ല. ദാനം, സ്നാനം, ജപം എന്നിവയോടെ വ്രതം എടുക്കണം. അരിഭക്ഷണം ഉപേക്ഷിക്കണം. മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണരുന്ന ഉദ്ദാന ഏകാദശിയും ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ ഗീതാദിനവും ഏകാദശി ദിവസം വരാറുണ്ട്. ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപ്പത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കുന്നു. കർണാടക സംഗീതജ്ഞൻ ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ ഏകാദശിക്ക് ആരംഭിച്ച സംഗീതോത്സവത്തിൻ്റെ പേരിൽ അനശ്വരനായിട്ടുണ്ട്. അരനൂറ്റാണ്ടിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ഏകാദശി ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വിഷ്ണുപാദത്തിൽ ലയിച്ച് അനശ്വരനായി. ഡിസംബർ 11-നാണ് ഈ വർഷത്തെ ഏകാദശി.